നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1056th day. Today, third sloka of Pradhamaskandam, 14th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1054 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. കാലസ്യ ജഗതിം രൗദ്രാം വിചാര്യസ്തർത്തു ധർമ്മിണ പാപീസീം നൃണാം വാർത്താം ക്രോധാലോഭനൃതാത്മനാം. ഓം തത്സത്. കാലസ്യ ജഗതിം രൗദ്രാം വിപര്യസ്തർത്തു ധർമ്മിണ പാപീസീം നൃണാം വാർത്താം ക്രോധാലോഭാനൃതാത്മനാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് 4 ശ്ലോകങ്ങൾക്ക് ഒരുമിച്ചിട്ടാണ് അർത്ഥം വരുന്നത്. ദുർനിമിത്തങ്ങൾ കാണുന്നതാണ് ഈ 4 ശ്ലോകങ്ങളിലും. ധർമ്മപുത്രർ അവിടെ കാണുന്ന ദുർനിമിത്തങ്ങൾ, അതായത് ഈ കലികാലത്തുണ്ടാകുന്ന വൈഭവങ്ങളൊക്കെ അപ്പോഴേ കാണുകയാണ് ധർമ്മപുത്രർ. 3, 4, 5, 6 ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് ദുർനിമിത്തങ്ങൾ കാണുന്ന ധർമ്മപുത്രരും അത് കണ്ടിട്ട് തൻ്റെ അനുജനോട് ഇപ്രകാരം പറഞ്ഞു എന്നുമാണ് പറയുന്നത്. ഇതിൽ പദം പിരിക്കേണ്ടത് കാലസ്യ ചഗതിം രൗദ്രാം വിപര്യ ശത്രുധർമ്മിണ പാപീയസീം നൃണാം വാർത്താം ക്രോധ ലോഭാ നൃതാത്മനാം. അതായത് വിപര്യുസ്തത്വധർമ്മിണ കാലസ്യ, അതായത് വിപരീതങ്ങളായ ഋതുധർമ്മങ്ങളോട് കൂടിയ കാലത്തിൻ്റെ രൗദ്രാം ഗതിയും ഭയങ്കര സ്വഭാവത്തെയും ക്രോധലോഭ നൃതാത്മന, ക്രോധം നൃണാം, ക്രോധലോഭ നൃതാത്മനാം. നൃണം എന്ന് പറഞ്ഞാൽ നരന്മാരുടെ, ക്രോധം ലോഭം അനൃതം ഇവയിൽ മനസ്സോടുകൂടിയ നരന്മാരുടെ, പാപീയസീം വാർത്ത ഏറ്റവും പാപത്തോടു കൂടിയ പ്രവൃത്തി, വാർത്താം എന്ന് പറഞ്ഞ പ്രവൃത്തിയെയും, അത്രയാണ്. ബാക്കി ഇങ്ങനെ ഓരോ ദുർനിമിത്തങ്ങളും ദുഷ്ട സ്വഭാവങ്ങളും അദ്ദേഹം വർണ്ണിക്കുകയാണ്. ഈ അധ്യായത്തിൽ പറയുകയാണ് വിപരീതങ്ങളായ ഋതുധർമ്മങ്ങളോട് കൂടി, അതായത് മഴക്കാലത്ത് ചൂടുണ്ടാവുക, ചൂടുകാലത്ത് മഴ പെയ്യുക, അങ്ങനെ കാലങ്ങൾ പോലും വ്യത്യസ്തമായിട്ട്, കാലം കഠിനമായിട്ട് വ്യത്യസ്ത വസന്താദികളായ ഋതുകാലധർമ്മങ്ങൾ വിപരീതങ്ങളായിട്ട് ഭവിക്കുക. അങ്ങനെ മനുഷ്യർ ക്രോധം, ലോഭം, മോഹം, കളവ് ഇവയിൽ മനസ്സുള്ളവരും പാപകർമ്മങ്ങളെ ചെയ്യുന്നവരും ആയിരിക്കുന്നു എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ബാക്കിയുള്ള ഭാഗം പറയുകയാണ്. ക്രോധം, ലോഭം, മോഹം ഇതിലൊക്കെ പാപങ്ങളോട് പ്രവൃത്തി, കപടം, അത് അടുത്ത ശ്ലോകത്തിൽ വരികയാണ്. കാലത്തിൻ്റെ മാറ്റവും മനുഷ്യരുടെ ദുഷ്പ്രവൃത്തിയും, പാപം ചെയ്യാൻ ഒരു മടിയുമില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇവയൊക്കെ നിറഞ്ഞവരാണ് ആയി മനുഷ്യരെ കാണപ്പെടുന്നു. അതല്ലാതെ കാലവും മാറി മാറി വരുന്നു. മഴക്കാലത്ത് ചൂടും ചൂടുകാലത്ത് മഴയും വസന്തകാലത്ത് ശൈത്യവും ഒക്കെ അനുഭവപ്പെടുന്നു എന്ന് കണ്ടിട്ട് എന്ന് എന്തൊക്കെ ധർമ്മപുത്രർ കാണുകയാണ്. ധർമ്മപുത്രർ തൻ്റെ അനുജൻ അർജുനൻ ഭഗവാനെ കാണാൻ ദ്വാരകയിലേക്ക് പോയിട്ട് കുറേ നാളായി, എന്നിട്ടും തിരിച്ചു വന്നിട്ടില്ല. ചുറ്റുപാടും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഠിനങ്ങളായിട്ടുള്ള
വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ 3 ശ്ലോകത്തിലൂടെ അദ്ദേഹം കാണുന്നതൊക്കെ വിപരീതങ്ങളായ കാഴ്ചകളൊക്കെ വർണ്ണിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കാലസ്യ ജഗതിം രൗദ്രാം വിപര്യസ്തത്രുധർമ്മിണ പാപീയസീനൃണാം വാർത്താം ക്രോധലോഭനൃതാത്മനാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.